ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അതുപോലെ തന്നെ എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറാട്ടോ. ഇത് നമ്മുടെ ഫേസിനെ ക്ലിയർ ആക്കും, പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ നല്ലോണം മാറും, അതുപോലെ കുറച്ചും കൂടി ബ്രൈറ്റൻ, നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്, അതുപോലെ നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള മാർക്സ്, അതേപോലെ നമ്മുടെ ഫേസ് നല്ലോണം ബ്രൈറ്റൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഈ മാർക്സും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആക്കും. വളരെ സിമ്പിൾ ആണ്. വീട്ടിലുള്ള 2 കൂട്ടാണ് ഈ ഒരു സിറത്തിന് വേണ്ടത്. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. കുറെ പേര് പറയാലുണ്ട് ഫ്രിഡ്ജിൽ വെക്കാത്ത ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ പരമാവധി നോക്കും. പക്ഷെ നമ്മളെപ്പോഴും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ നമുക്കറിയാലോ, നമ്മളത് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതൊക്കെ ആയിരിക്കും. അതാണ് ഞാൻ ചെയ്യാട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആണ്. 2 നേരം, അതായത് രാവിലെയും എടുക്കുക, കുറച്ച് അപ്ലൈ ചെയ്യുക, കുറച്ച് നേരം വെക്കുക, കഴുകിക്കളയാം. വൈകുന്നേരവും നമ്മുടെ സ്കിൻ കെയറിന് മുന്നേ കുറച്ചെടുക്കുക, അപ്ലൈ ചെയ്യുക, കഴുകിക്കളയാം, കുറച്ച് നേരം വെച്ചിട്ട്. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ജെൻസിനും ലേഡീസിനും ടീനേജേഴ്സ് മുതൽ മുകളിലേക്ക് എല്ലാ ഏജുകാർക്കും, എസ്പെഷ്യലി നമുക്കൊരു 50, 40+, 50+, 30+, ഇവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറാണ്. നല്ല റിസൾട്ടും ഉണ്ടാവും. അതുപോലെ നല്ല രീതിക്ക് തന്നെ പാടുകളും മാറും, ക്ലിയർ ആവാനും ഹെൽപ്പ് ചെയ്യും, പോഴ്സ് ഒക്കെ ഷ്രിങ്ക് ആവും. മൊത്തത്തിൽ നമുക്ക് നിങ്ങളൊരു സിറം വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. റെമഡീസ് വെച്ച് സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് കൂട്ടുപിടിക്കാവുന്ന ഒരു കാര്യം കേട്ടോ. അലോവേര നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ളത്, ഇത് നമുക്ക് ബേസ് ആയിട്ടും നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസിൽ നമുക്ക് മിക്സ് ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ഇത് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലൊരു മുറിച്ച വശം ഒരു മഞ്ഞ കളറിലൊരു കറ വരും. അപ്പൊ നമ്മൾ കുറച്ചു നേരം ഇതൊന്ന് ഇങ്ങനെ ചാരി എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞ് കഴുകി എടുത്താൽ ഇത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു കറ വരും കേട്ടോ. അപ്പൊ നമ്മൾ കഴുകണം. ചിലർക്ക് അത് ചൊറിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ ഒരു നല്ലൊരു വലിയ പീസ് അലോവേര എടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ കഴിയുക അതിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു രീതിക്ക് നമ്മൾ അതിൽ ജെല്ല് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് ലാസ്റ്റ് അതിങ്ങനെ ജെല്ല് പുറത്തേക്ക് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ആക്കി എടുക്കുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യണേ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ഇത് നമ്മുടെ അലോവേരയുടെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മാറും എന്നുള്ളത് 100% റിസൾട്ട് ആണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ, അതായത് നമുക്കൊരു ഏജ്ഡ് ആയിട്ടുള്ള സ്കിന്നുകാർക്കും അതേപോലെ പിഗ്മെന്റേഷൻ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും വരാം. അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞത് അവർക്കാണല്ലോ കൂടുതൽ വരാം. അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ കാര്യം. ഒപ്പം തന്നെ നമുക്ക് ടീനേജേഴ്സിന് തുടങ്ങിയിട്ട് വരുന്ന ഈ തെരിയായിട്ടുള്ള കുരുക്കള്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന നിറച്ച് കറുത്ത കുത്തുകള്, മാർക്കുകള്, സ്കിന്നിലെ ഒരു എന്താ പറയാ അൺഈവൻ ആയിട്ടിരിക്കുക, ഡള്ളായിട്ടിരിക്കുക, ഒക്കെ ഇതിനും ഈ ഒരു സിറം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് അലോവേര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പകുതി കഷ്ണം കുക്കുംബർ ഇല്ലേ, അത് ഇതുമാതിരി തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും മതി നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ. നല്ലൊരു ഫേസ് സിറമാണ്. സ്കിൻ ബ്രൈറ്റനിങ്, ഗ്ലോയിങ് ഒക്കെ നമ്മളെ ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും കൂടി നേരെ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിൽ വേറെ വെള്ളമോ തൈരോ പാലോ മോരോ തേനോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നല്ല വെണ്ണ മാതിരി അരച്ചെടുക്കുക. അപ്പൊ ഇതൊരു നല്ല ഒരു പതഞ്ഞൊരു എന്താ പറയാ വൈറ്റ് കളറിലൊരു മിശ്രിതാവും. നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതിലിങ്ങനെ പീസസ് ആയിട്ട് എടുക്കാണ്ട് നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ സിറം. ഇത് നമ്മുടെ ഫേസിനെ ക്ലിയർ ആക്കും. ഒപ്പം തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടും. വേറൊരു കാര്യം, ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനിങ് കൂടി തരും. അതായത് കുക്കുംബറൊക്കെ ഒരുപാട് നല്ലതാണ് ബ്രൈറ്റനിങ്ങിന്. സ്കിന്നില് വിറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഫേസിലെ ഡാർക്ക് സ്പോട്ടിനെയാണ് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു സിറം. അതായത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ടുള്ള കുത്തുകളായിക്കോട്ടെ, വലിയ മാർക്കുകൾ വന്നിട്ടുള്ളതായിക്കോട്ടെ, അതേപോലെ നമുക്ക് ഏജ് ആവുമ്പോൾ വരുന്ന ചെറിയ കറുത്ത കുത്തുകൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. ഇതുമാതിരി നമ്മൾ ഇങ്ങനെ ഒരു സിറം ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണുള്ള ഒരു പാത്രമോ എന്താണെന്ന് വെച്ചാൽ മൂടി വെക്കാവുന്നതിൽ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ഇത് രണ്ടും നമുക്ക് തന്നെ അറിയാം, ഇത് 2 ദിവസം പുറത്തിരുന്ന കുക്കുംബറും ചീത്താവും അലോവേരയും ചീത്താവും. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ സിറാക്കി എടുത്ത് വെച്ചാലും അത് ഒരു ബാഡ് സ്മെൽ അടിക്കും, കേടാവും എന്നുള്ളത്. അപ്പൊ പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, ഇതിനെ നമ്മൾ പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യണത് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് ടൈമിലാണെന്നൊക്കെ നോക്കാം. അപ്പൊ നമ്മുടെ സിറം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുക.
ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തെടുക്കുക കേട്ടോ. 2 ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക. ഇതിൽ ഇങ്ങനെ സിറത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫില്ലർ ബോട്ടിൽ എങ്ങനെയും ആക്കാം. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ മാതിരി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമ്മളിപ്പോൾ കുളിക്കാൻ പോണേക്കാൻ മുന്നേ കുറച്ച് ഫേസ് ക്ലീൻ ചെയ്തിട്ട് ഇത് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് വെക്കുക. ഇതങ്ങനെ ഫേസിൽ വെച്ച് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് വെക്കുക. ഒരു അരമണിക്കൂറൊക്കെ വെക്കാം. കാരണം ഇതൊരു വാട്ടറി മാതിരി, വെള്ളം മാതിരി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കഴുകി കളയാം. പിന്നെ നാച്ചുറൽ അലോവേര ഇല്ലാത്തവർക്ക് നമ്മൾ മേടിക്കണ വേറെ കളറോ എന്താ പറയുക വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാത്ത നോർമൽ അലോവേര അത് എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ എപ്പോഴും നല്ല റിസൾട്ട് ഉണ്ടാവും ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ എടുക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ റിസൾട്ട് ഉണ്ടാവുക. അപ്പം നല്ലോണം ഷേക്ക് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് നല്ല രീതിക്ക് തന്നെ നല്ല ഗ്ലോയിങ് ക്ലിയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യുക. എന്നിട്ട് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും നല്ലതാ. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ എടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് കയ്യിൽ കൂടുതലായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് കുറച്ച് കൂടുതൽ അളവ് കിട്ടാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ എല്ലാവിടെയും പരട്ടി കൊടുക്കാം. ഇതുമാതിരി എടുത്തിട്ട് ഇപ്പോൾ കണ്ടില്ല ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതിന് പരട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. കണ്ണിന് ചുറ്റൊക്കെ ഇടാം. ഞാനിപ്പോൾ കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് കാരണം അങ്ങനെ കാണിക്കുന്നില്ല. വെയിറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ നമ്മുടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇട്ട മാതിരി ഒന്നുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കാം. കാരണം ഇത് വെള്ളം മാതിരിയാണ്. പിന്നെ അങ്ങനെ ഒരു പാക്കല്ലല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് നല്ലോണം അബ്സോർബ് ആയതിനു ശേഷം കുളിക്കാൻ പോകുമ്പോൾ കഴുകി കളയുക. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണതിന് മുന്നേ 2 നേരം ചെയ്യണം. അതാണ് മെയിനായിട്ട്. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഏജുകാർക്കും ചെയ്യാം. നമ്മുടെ ഫേസിൽ ആക്നെ മാർക്സ്, പിഗ്മെന്റേഷൻ, ഡൾനെസ്, അതുപോലെ നമ്മുടെ ഫേസ് മൊത്തം ക്ലിയർ ആവാനും അതുപോലെ ബ്രൈറ്റനിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിളിനെ ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ മാറാനായിട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത്. വളരെ റിസൾട്ട് ഉള്ളൊരു സിറാണ്. സിറം മീൻസ് നമുക്ക് സിറായിട്ട് ഒരു എന്താ പറയുക ഫേസിനൊരു പാക്കായിട്ടൊക്കെ ഇത് ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു സിറം വെള്ളം മാതിരിക്കുന്നുണ്ട് സിറം എന്ന് പറയുന്നത് മാത്രം. ഇതൊരു ഫേസ് പാക്ക് മാതിരി ഇട്ടിട്ട് കഴുകി കളയാന്നാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.